ഹലോ ചേച്ചി, എൻ്റെ ഒരു ആദർശമാണ്. ഞാൻ ഒരു സ്ട്രീറ്റ് വീഡിയോഗ്രാഫറാണ്. ചേച്ചി തിരക്കാണോ? തിരക്കിലാണ്. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് ലൗലി. ലവ്ലി. ചേച്ചി തിരക്കല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നമുക്കൊരു വീഡിയോ എടുത്താലോ? അയ്യോ, എന്റെ ചേട്ടൻ മഴക്ക് പറഞ്ഞു. ഞാൻ ഈ അഴകുള്ളതുകൊണ്ട് ഈ പുറത്തൊന്നും ഇറങ്ങി നടക്കാൻ അതൊന്നും കുഴപ്പമില്ല. ചേച്ചി കണ്ടപ്പോൾ എനിക്ക് നല്ല സ്ലിം ആയിട്ട് തോന്നിയതാ. തിരക്കല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്. ഓക്കെ ആണോ? ഓക്കെ. ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ. അയ്യോ അയ്യേ, ഇങ്ങനെയാണ് എന്തുവാണ് ഇത്? ഇതൊക്കെ പലോ കുടുംബത്തിന്റെ ഭാരം ഫുൾ നെഞ്ചിൽ ഉരുട്ടി കയറ്റിയവൻ. കണ്ടിട്ട് അത്ര ചിരി വരുന്നില്ല, പുച്ഛം മാത്രം. അത്ര എനിക്ക് ചിരി വരാത്ത എന്റെ മോനെ നമുക്ക് ചിരിക്കാൻ കിട്ടുന്ന അവസരം മാക്സിമം നമ്മൾ മുതലാക്കിക്കോണം. ആകെ നമുക്ക് ജീവിക്കാൻ ഈ ലോകത്ത് കുറച്ച് സമയമാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കാനുള്ള വക നമ്മൾ തന്നെ മാക്സിമം എങ്ങനെയും കണ്ടെത്തിക്കോണം. ഇനി കണ്ടെത്താൻ പാടുള്ളവരാണെങ്കിൽ വെറുതെ ഇൻസ്റ്റാഗ്രാമിന്റെ റീൽ എടുത്തൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി. ചിരിച്ചിന്റെ ഫോട്ടോ ഇടും. എന്തുവാടാ ഇത്? ഞാൻ മലംഭൂതം. വല്ലാത്ത കഴപ്പൊന്നുമില്ലല്ലോ ഇത്. എന്തുവാടാ ഇത്? വട്ടച്ചൊറിയാണോ? ഒരു ദിവസം തീർന്നു കിട്ടാൻ എന്തൊക്കെ അപരാധം കാണണം. കഷത്ത് മുക്കി തിന്നണം. എങ്ങനെയാണ് ഇതൊക്കെ തിന്നണത്? തൂർത്തിനടി നീയൊക്കെ. അയ്യേ, Vende, não é, meu amigo? പറഞ്ഞത് കേട്ടെന്ന് തോന്നുന്നു. Até bosta vende, né? Aí, você vê, quanto que é a bosta? R$10 o tomate. Aí, ó, você pega de 10, Aí, consegue vender R$30 aí, R$40. എടാ, അത് ഒറിജിനൽ തന്നെയാടാ അത്. Até കള്ള വിടവന്മാർക്ക് വല്ല ചോറും വെച്ച് തിന്നൂടെ? തീട്ടം തിന്നികള്. ഇവന്മാർക്കൊക്കെ 6-ാം മാസത്തിൽ പട്ടിത്തീട്ടോണെന്ന് തോന്നുന്നു കൊടുത്തത്. എന്തോ കന്നം തിരുവാന്തതൊക്കെ. അല്ലടാ, ഇതിന്റെ മറ്റേ പ്രാങ്ക് ചെയ്യണം, ടോയ് വല്ലോ ആണോ എന്തോ ഇത്. ദേ, അവൻ ഡയലോഗ് തിന്നുന്നു. ചെന്നൈന്നാണോ വരുന്നേ? അല്ല, ഞാൻ നാട്ടിൽ നിന്ന് വരുന്നത്. എന്റെ വിസ വന്നായിരുന്നു. അപ്പൊ ഞാൻ പോവാണ് UK-ക്ക്. എന്ന്? നാളെ പോവും. ഞാൻ കുറച്ചു ദിവസം മുന്നേ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് എന്താ പല്ലിന്റെ ഇടയിൽ നിന്ന് കുത്തിയെടുക്കണത്? നീ രണ്ടിനും റെസ്പോണ്ട് ചെയ്തില്ല. റെസ്പോണ്ട് ചെയ്തിട്ട് എന്തിനാണ് അറിയുന്നത്? എനിക്ക് വയ്യ. മെസ്സേജ് അയച്ച് സിംഗിൾ ടിക്ക്, ഡബിൾ ടിക്ക് ആവുന്നു, ഡബിൾ ടിക്ക്, ബ്ലൂ ടിക്ക് ആവുന്നു ഒക്കെ നോക്കി കുത്തിരിക്കാൻ എനിക്ക് വയ്യ. ഇതാണോ കടിച്ചാൽ പൊട്ടാത്ത ഡയലോഗ്? വല്ല ചില്ലക്ഷരം ഉണ്ടെങ്കിൽ അണ്ണാക്ക് കീറും. ശവപ്പെട്ടിയല്ലേടാ അത്? സ്വർണ്ണോ? എന്റെ മോനെ, ഗോൾഡ് പോലും ഇങ്ങനെ കൊടുക്കൂലല്ലോടാ. ജീവിച്ച് കൊതി തീർന്നില്ല, അതിനിടയ്ക്ക് മരിക്കാൻ പ്രേരിപ്പിക്കണം. നമുക്കൊണ്ടാ 6 അടി മണ്ണ്. എന്തായാലും ഇതൊക്കെ മേടിക്കണമെങ്കിൽ നമ്മളെ വീട് വരെ എഴുതി കൊടുക്കേണ്ടി വരും. വേനൽക്കാലത്ത് ശരീരം ഫ്രഷായി കാത്തുസൂക്ഷിക്കുന്ന എന്നാ മെഷീനാടാ അത് വട്ടത്തില്? വേനൽക്കാലത്ത് ശരീരം ഫ്രഷായി കാത്തുസൂക്ഷിക്കുന്ന ഈ ഡിവൈസിന്റെ പേരാണ് ഷർട്ട് വേവിംഗ് മെഷീൻ. ഈ ഡിവൈസ് ഇടുപ്പിൽ ധരിച്ചിട്ട് ഷർട്ടുമായി കണക്ട് ചെയ്താൽ ഷർട്ട് മുന്നോട്ടും പിന്നോട്ടും അനക്കിക്കൊണ്ട് തണുത്ത കാറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ജാപ്പനീസ് എഞ്ചിനീയറായ കസൂയ ഷിബാട്ടയാണ് ഇത് കണ്ടുപിടിച്ചത്. ഒരു നിമിഷം വേറെന്തോ തെറ്റിദ്ധരിച്ചു. നാട്ടിൽ ഇത് വന്നാൽ ആളുകൾ ഇത് മുണ്ടിൽ ഫിറ്റ് ചെയ്യും. പിന്നെ സംസാരമായി, പിടിയായി, വലിയായി, ഇടിയായി. ഇത് വയ്ക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് തിരക്കുള്ള ബസ്സിലോ ട്രെയിനിലോ കയറാൻ പാടില്ല. ഓരോരോ കണ്ടുപിടുത്തങ്ങളെ വെറുതെ ഒന്നിങ്ങനെ കുടഞ്ഞാൽ തീരാന്നുള്ള പ്രശ്നത്തിനാണ് അവൻ മിഷൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇതൊക്കെ മേടിച്ചു വെച്ചിട്ട് എങ്ങനെയാണ് പുറത്തിറങ്ങി നടക്കുന്നത്? വിഷമം കേൾക്കാൻ ആരുമില്ല എന്ന് തോന്നുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ്. ആർക്ക് വേണമെങ്കിലും എന്നോട് സങ്കടങ്ങൾ പറയാം. സാധാരണ സങ്കടമാണെങ്കിൽ 2000 രൂപ, പിന്നെ സങ്കടം പ്ലസ് കരച്ചിലാണെങ്കിൽ അത് 4000 രൂപയാണ്. പിന്നെ ഞാനും കൂടെ കരയാണെങ്കിൽ അത് 8000 രൂപയാണ്.
അതായത് നോർമൽ കരച്ചിൽ. നെഞ്ച് തടിച്ച് കരയാണെങ്കിൽ അതിന്റെ റേറ്റ് കുറച്ചുകൂടെ കൂടും, 25,000 രൂപയാണ്. മോനെ, ജീവിക്കാൻ വേണ്ടി ആൾക്കാർ എന്തൊക്കെയാടാ കാണിച്ചു കൂട്ടുന്നത്. നെഞ്ചത്തടിച്ച് കര 25,000 രൂപയെ. കേരളത്തിൽ തൊഴിലില്ലായ്മ രൂക്ഷമാവുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ. പറയാൻ പറ്റൂല, ഇതിലൊക്കെ പോയി പൈസ കൊടുക്കണവന്മാരും കാണും. എനിക്കൊരു 15,000 രൂപ മതിയടാ, ഞാൻ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞോളാം. 25,000 രൂപ നെഞ്ചത്തടിച്ച് കരയണേ. ഈ ലോകം എങ്ങോട്ടടാ പോണത്? ബസ് സ്റ്റാൻഡ് അമ്മണിക്ക് ഒരു പരിപ്പോടെ വാങ്ങി കൊടുത്താൽ കിടന്നോ ഇരുന്നോ കരയും. ചേച്ചി കരഞ്ഞിട്ട് താഴെ കിടന്ന് ഉരുളുന്നതിന്റെ റേറ്റ് കൂടി പറയാമോ? പാടുന്ന രാവിൽ നിലാവിൽ കണ്ടു നിൻ പൂമുഖം നല്ല മുഞ്ചിൽ. ഇജാതി ഫിൽറ്റർ ഒക്കെ ഇപ്പോഴും ഉണ്ടാടാ. ഇതൊക്കെ 2017 വരെ നിർത്തിയതാണല്ലോ. പാടുന്ന രാവിൽ നിലാവിൽ ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. അപ്പൊ ഇന്നത്തെ വീഡിയോ തീർന്ന മക്കളെ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.